ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളതേ ക്ലാസ് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, ഡെയിലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡെയിലി ഡിഫറെന്റ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Okay. ഇത് ഒരു 36 ദിവസമായില്ലേ, നമ്മള് 36 ദിവസം. ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 41 ദിവസം. 41 ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, തുടർച്ചയായി ഒരാൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരൊരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയുള്ള ജീവിതം നല്ല സുഖകരമായി ജീവിക്കാൻ ആ ഒരു ലൈഫ് സ്റ്റൈൽ മതി. നിങ്ങള് റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകമുണ്ട്, 5 AM ക്ലബ് എന്ന് പറയും. ഓക്കെ, 5 AM ക്ലബ്. അതിൽ അദ്ദേഹം വിശദമായിട്ട് ഈ 5 മണിക്ക് എഴുന്നേറ്റ് സ്വന്തം കാര്യങ്ങളും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസുകളെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച്, അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് അവരുടെ ഭാവനകള്, അവരുടെ ക്രിയേറ്റിവിറ്റി. ഇതൊരു ഒരു ലൈഫ് കോച്ചിങ്, നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ മാറ്റാൻ കഴിയുന്നതാണ്. ഇത് നമ്മൾ പറയുമ്പോൾ ഇതൊരു സോൾ അവേക്കനിങ്, മൈൻഡ് പവർ പറയുമ്പോൾ, ആ മൈൻഡ് പവറും സോൾ അവേക്കനിങ്ങിനും ഒപ്പം തന്നെ യു ക്യാൻ ക്രിയേറ്റ് എ ബെറ്റർ ലൈഫ്. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനും ഈ പ്രോഗ്രാം വഴി സാധിക്കും. അത് ഏതെങ്കിലും ഒരു മേഖലയിലല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് നല്ല, അതായത് ഇപ്പൊ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴത്തെ ഒരു സമൂഹം അങ്ങനെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് നമ്മുടെ ഒരു ഗ്രൂപ്പില്, സോജാ മാമിന്റെ ഗ്രൂപ്പിലാന്ന്, കുറച്ചു പേരെ ആഡ് ചെയ്തു ആ ഗ്രൂപ്പിലായിട്ട്. അപ്പം അതിൽ വന്നൊരു മെസ്സേജാണ്, ഞാൻ അനുഭവിക്കുന്നത് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ആകെ പ്രശ്നത്തിലും പ്രതിസന്ധിയിലുമാണ് ഞാൻ. അതിന്റെ ഇടയിൽ നിങ്ങൾ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ പ്രശ്നം തീർക്കുക എന്നാ പറഞ്ഞതെന്ന് വെച്ചോണ്ടൊരു ഇത് ഇട്ടായിരുന്നു. അവർ പോവുകയും ചെയ്തു എക്സിറ്റ് ആയിട്ട്. കാരണം എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അവര് ഇതിൽ പങ്കെടുക്കണം എന്നുള്ളത്. കാരണം അവരുടെ ആ വിഷമം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, വലിയ പ്രശ്നത്തിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്, ഒരുപാട് പേര്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനു വേണ്ടിയിട്ട് അവർക്ക് ഇത് നമുക്ക് എല്ലാവർക്കും പകർന്നു കൊടുക്കണം. ഓക്കെ, നമ്മൾ ഈ ഒരു മെസ്സേജ് എങ്കിലും ഇട്ട് കൊടുക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഇതിലൊന്ന് കേറി നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പണ്ട് പഴയ കാലത്ത് ഒരു ഗ്രാമത്തില്, ഒരു നഗരം, ഓരോ നഗരങ്ങളിലും ഓരോ കാവൽക്കാരനുണ്ടായി. ഒരു വലിയ കോട്ട പോലെ ഒരു ഗേറ്റ് ഉണ്ടാവും ഓരോ നഗരത്തിന്റെയും ചുറ്റും. അല്ലെങ്കിൽ ഒരു 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 രാജാവിന്റെ ഭരണത്തിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഒരു വലിയ ഗേറ്റ് ഉണ്ടാവും, അതിന് കാവൽക്കാരും ഉണ്ടാവും. ഒരു പുതിയ ആള് വരുവാണെന്നുണ്ടെങ്കിൽ ആ കാവൽക്കാരൻ തുറന്നു കൊടുക്കുമ്പോൾ മാത്രമാണ് ആ നഗരത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് അവർക്ക് പ്രവേശനമുള്ളൂ. അപ്പൊ ഒരിക്കൽ ഇതുപോലെ ഒരു നഗരത്തിലേക്ക് ഒരു മനുഷ്യൻ വരുവാണ്, ഒരു കുതിരപ്പുറത്ത്. അദ്ദേഹത്തിന്റെ കുതിരയുടെ ബാക്കില് ഒരു ഭാണ്ഡം ഒക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ കുതിര ഓടിച്ചു വരുന്ന മനുഷ്യൻ വന്നിട്ട് കാവൽക്കാരനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ നാട്, ആൾക്കാരൊക്കെ നല്ല മനുഷ്യരാണ്, സ്നേഹമുള്ളവരൊക്കെയാണോ? അപ്പൊ കാവൽക്കാരൻ ചോദിച്ചു, അത് എന്താ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം? അല്ല, എന്റെ നാട് ആകെ പ്രശ്നമാണ്, ഒരുത്തനും ശരിയല്ല, ഒരുത്തനും ശരിയല്ല, അയൽവാസിയും ശരിയല്ല, സ്വന്തക്കാരും ശരിയല്ല, നാട്ടുകാരും ശരിയല്ല, ഒക്കെ മൊത്തം പ്രശ്നക്കാരാ. അവിടെ നിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു വന്നതാ. ഉടനെ ഈ കാവൽക്കാരൻ അയാളോട് പറഞ്ഞു, അവിടത്തെക്കാളും ഭയങ്കര മോശം ഇവിടുത്തെ അവസ്ഥ, ഇവിടെ നിന്ന് തിരിയാൻ പറ്റൂല, ഇവിടെ എങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
നിന്റെ ജീവിതം പോയി. ഇവിടുത്തെ ആൾക്കാര് ഭയങ്കര മോശാ. നിനക്ക് അവിടെ ആരെങ്കിലും ഒരാളെങ്കിലും ചിലപ്പോ നല്ലത് കാണാൻ പറ്റും. ഇവിടെ ഒരു മനുഷ്യനെ പോലും നിനക്ക് നല്ലത് കാണാൻ പറ്റും. ഇയാള് കുതിരപ്പുറത്തുന്ന് ഇറങ്ങിയില്ല. ആ ഇരുന്ന ഇരിപ്പില് കുതിര ഓടിച്ച് തിരിച്ചുപോയി. കുറച്ച് കഴിഞ്ഞപ്പം ഒരു കാളവണ്ടിയിൽ ഒരു മനുഷ്യൻ വന്നു. അയാളുടെ കയ്യിലും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അയാള് ഈ കാവൽക്കാരനോട് ചോദിച്ചു, ഇവിടെ ഈ നഗരത്തിൽ എവിടെയെങ്കിലും എനിക്ക് താമസിക്കാനും എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ ഒക്കെ വന്നതാണ് ഞാൻ. എന്തെങ്കിലും രക്ഷയുണ്ടോ? ഉം. അപ്പൊ കാവൽക്കാരൻ ചോദിച്ചു, എന്തേ നിങ്ങളെ നാട്ടിൽ നിന്ന് വന്നു? ഇല്ല, എനിക്ക് സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ട് വന്നതാണ്. നിങ്ങളുടെ നാട്ടുകാരൊക്കെ എങ്ങനെയാ? നാട്ടുകാരൊക്കെ നല്ല മനുഷ്യരാ. ഞാൻ എവിടെ പോയാലും ഞാൻ അവരെ മറക്കൂല. ഇനി അത്ര സ്നേഹമുള്ളവരും നല്ല മനുഷ്യരാണ് അവിടെ. ഉടനെ കാവൽക്കാരൻ പറഞ്ഞു, അതിനേക്കാൾ നല്ല മനുഷ്യരാണ് ഇവിടെയുള്ളത്. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കും. അത്ര ഇത്രയും നല്ല മനുഷ്യരെ നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയാലും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്നു. ഇത് കേട്ടോണ്ടിരുന്ന കാവൽക്കാരന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്നെ ആൾക്കാരെ കളിപ്പിക്കുകയാണോ? ഒരാൾ വന്നപ്പോ പറഞ്ഞു, ഈ നാട്ടിലെ മനുഷ്യരെല്ലാം വളരെ മോശമാണ്, ഒരു രക്ഷയില്ല, ഒറ്റ ഒരുത്തനെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നിങ്ങള് ദാ വേറൊരാൾ വന്നപ്പോ പറയാണ്, ഇവിടെ ഏറ്റവും നല്ല ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യർ ഇവിടെയാന്ന് പറഞ്ഞു. എന്താ നിങ്ങള് ഈ പറഞ്ഞത് എന്ന് ചോദിച്ചു. കാവൽക്കാരൻ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെയാണ് അവന്റെ മനസ്സ്, അതുപോലെയാണ് അവന് ചുറ്റുമുള്ള മനുഷ്യരാരും എവിടെ പോയാലും മാറുന്നില്ല. സിറ്റുവേഷനും മാറുന്നില്ല. ലോകവും മാറുന്നില്ല. മാറുന്നത് അവനവൻ തന്നെയാണ്. നമ്മളുടെ ലോകം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോഴത്തേക്കും ഈ ലോകം മൊത്തം പ്രശ്നമാണ്. ചുറ്റുമുള്ളവർ മുഴുവൻ പ്രശ്നമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ലോകം എപ്പോഴും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും. അതുകൊണ്ട് തന്നെ മനസ്സിൽ സൂക്ഷിക്കുക. ലോകമല്ല മാറേണ്ടത്, നിങ്ങളാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ഓരോ ദിവസവും എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യണമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഞാൻ എടുത്തൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഈ ആധുനിക റോബോട്ടിക് യുഗത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വിഷയം, ഏറ്റവും യോജിക്കുന്ന ഒരു വിഷയം. ഇന്ന് എടുക്കുന്ന വിഷയം സമയത്തെ കുറിച്ചാണ്. എന്താണ് സമയം? എങ്ങനെയാണ് സമയം? നമ്മൾ ഇന്നലെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മൾ മാറ്റേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ കാണേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി. ഇന്നിപ്പോ നമ്മൾ ചിന്തിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടണമെന്നാണ്. ഈ ആധുനികമായ ലോകത്ത്, ഈ റോബോട്ടിക് യുഗത്തില് കുട്ടികളടക്കം എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ഇപ്പൊ തന്നെ കിട്ടും. ഇപ്പൊ തന്നെ. ഇത് നമ്മൾ വലിയ ആൾക്കാർക്കും ഇപ്പൊ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. പണ്ട് വലിയ ആളുകൾ ജ്ഞാനികളായിരുന്നു. അവർക്ക് അവരുടേതായ ഒരു ഇതുണ്ടായി. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഇപ്പൊ തന്നെ കിട്ടണം. പ്രാർത്ഥനയൊക്കെ നമ്മൾ അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ശ്രമിച്ചിട്ടും, എത്ര കരഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ വാതിലുകൾ തുറക്കാത്തത്? സീക്രട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ വാതിലൊക്കെ എപ്പോഴും തുറന്നു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. പല സ്വപ്നങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എല്ലാം പരീക്ഷിച്ചല്ലോ. എന്നിട്ടും എന്റെ സ്വപ്നങ്ങളിലേക്ക് എനിക്ക് എത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര്, ഒരുപാട് പേര്. ചിലപ്പോൾ ചില രോഗങ്ങൾ ഉണ്ടായാൽ ആ രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോ വീട്ടില് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ആരെങ്കിലുമായിട്ടൊരു റിലേഷനില് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് മാറാൻ വേണ്ടി ഇപ്പൊ സമയമെടുക്കുന്നത്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് എല്ലാത്തിനും സമയമെടുക്കുന്നത്?
തന്നെ അങ്ങ് സംഭവിച്ചുകൂടെ? അവിടെയാണ് ഡിവൈൻ ആയിട്ടുള്ള സമയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ വാച്ചിലെ സമയമല്ല ഡിവൈന്റെ സമയം. ഡിവൈൻ ആയിട്ടുള്ള ഒരു സമയമുണ്ട്. ഡിവൈനിറ്റിയുടെ ഒരു ടൈമുണ്ട്. ഒരു ടൈം. ഡിവൈനിറ്റിയുടെ ഘടികാരം ഒരിക്കലും ഇങ്ങനെ സെക്കൻഡുകൾ അടിച്ചുകൊണ്ടിരിക്കൂല. സെക്കൻഡുകൾ. മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്റെ ഇപ്പോൾ ഇപ്പോൾ എന്നതിൽ ആസക്തമാണ്. ഇപ്പോൾ ഇപ്പൊ നടക്കണം. ഇപ്പൊ നടക്കണം. സമയത്തെ പോലും അവര് ശത്രുവായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട് സമയം ഇതാകുന്നില്ല? എന്തുകൊണ്ട് എന്റെ ജോക്കർ സിനിമയില് ബഹദൂർക്ക ചോദിക്കണ ഒരു നമ്പറുണ്ട്. എന്റെ നമ്പർ ആയില്ലേ മോനെ എന്റെ നമ്പർ. ഒരിക്കലും ആ നമ്പർ ആവാനും പോകുന്നില്ല. ഉം. അതുപോലെ നമ്മളും ഭൂമിയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കിടക്കണം. എന്റെ നമ്പർ ആയില്ലേ? എന്റെ നമ്പർ ആയില്ലേ? ഇങ്ങനെ ചോദിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും അലമുറ ഇട്ടത് കൊണ്ടും അല്ല ഒരിക്കലും ഒരു കാര്യം സംഭവിക്കുന്നത്. ഒരിക്കലും സമയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശത്രു അല്ല എന്നാണ് ആദ്യത്തെ പാഠം. സമയം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന്റെ ശത്രുവല്ല. സമയം എന്ന് പറയുന്നത് ആത്മാവിന്റെ ശില്പിയാണ്. ഞാൻ പറയാറുണ്ട്, ഇന്നത്തെ ചിന്തകളാണ് നാളത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പികൾ എന്ന് പറയാറ്. ഇന്നത്തെ ചിന്തകളാണ് നാളത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പികൾ. ഇപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളുടെ നാളെയെ ഡിസൈൻ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ നിരാശയിലും വിഷമത്തിലും സങ്കടത്തിലും പ്രശ്നത്തിലും നിങ്ങൾ അതിനകത്ത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭർത്താവുമായിട്ടുള്ള പ്രശ്നം, ഭാര്യയായിട്ടുള്ള പ്രശ്നം, മാതാപിതാക്കളായിട്ടുള്ള പ്രശ്നം, അതിലൊക്കെയാണ് നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധ ചെയ്യുന്നിരിക്കുന്നുണ്ടെങ്കിൽ നാളെ നാളെ നിങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത് ആ ചിന്തകളാണ്. അതുപോലെ അത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണത്. നിങ്ങൾ എന്താണോ ഇന്ന് ചിന്തിക്കുന്നത് അത് നാളത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പികളാണ്. അതുപോലെ തന്നെ ഒരു കോട്ടാണ്, ഇന്നത്തെ സമയം എന്ന് പറയുന്നത് നാളത്തെ നിങ്ങളുടെ ആത്മാവിന്റെ ശില്പികൾ. ഇന്നത്തെ സമയം ഒരിക്കലും സമയം നിങ്ങളുടെ ശത്രുവല്ല. ഈ സമയം എന്ന് പറയുന്നത് നാളത്തെ നിങ്ങളുടെ ആത്മാവിന്റെ ശില്പിയാണ്. ഇപ്പോഴത്തെ ഈ സമയം എന്ന്. സമയം ഒരിക്കലും ശത്രുവല്ല. നിങ്ങൾക്ക് കൃത്യസമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് സംഭവിക്കുന്നതല്ല. നിങ്ങൾക്ക് വേണ്ട സമയത്ത് നിങ്ങളുടെ ആത്മാവിന് സംഭവിക്കുന്നതാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ കാത്തിരിക്കുന്ന സമയത്ത് ആത്മാവിന് സംഭവിക്കുന്നതാണ് ആത്മാവിന്റെ വളർച്ച. അതെങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്യുന്നത്, അതിനെ തിളക്കമുള്ളതാക്കുന്നത്, അതിനെ ശക്തിയുള്ളതാക്കുന്നത്? എന്താണ് ഇതിന്റെ കാരണം? ഈ കാത്തിരിപ്പിന്റെ കാരണം അതാണ് ഒരു 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 ഡിവൈൻ ലോ എന്ന് പറയുന്നത്. ദിവ്യമായ ഒരു നിയമം. ഒരു മാവ് നിങ്ങൾ നട്ടിട്ട് ഇപ്പൊ തന്നെ കായ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്ക്കൂല. ഇത് വളർന്ന് വലുതായി കായ്ക്കാൻ വേണ്ടിയിട്ടൊരു സമയമുണ്ട്. ചിലപ്പോൾ വളർന്ന് വലുതായാലും കായ്ക്കൂല. അത് അതിന്റെ ആ സീസണിൽ മാത്രമേ അത് പാകാവൂ. സീസണിൽ മാത്രമേ അത് കായ്ച്ചു വരുള്ളൂ. അവിടെ പോയി നിന്നിട്ട് ഇപ്പൊ തന്നെ കായ്ക്കണേ, ഇപ്പൊ തന്നെ കായ്ക്കണേ, ഇപ്പൊ തന്നെ കായ്ക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മരത്തിനോട് ഇങ്ങനെ നിലവിളിച്ചോണ്ടോ ഒച്ചയെടുത്തോണ്ടോ ഒന്നും അത് കായ്ക്കൂല. നിങ്ങളുടെ വീട്ടിലൊരു ചെടിയുണ്ട്. അത് പൂക്കണമെങ്കിൽ ആ പൂവിന് പൂടുന്നതിന് ഒരു സമയമുണ്ട്. അതിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് നിങ്ങള് കരഞ്ഞ് നിലവിളി കൊണ്ട് കരച്ചിൽ കൊണ്ട് മൊത്തം ഇതൊക്കെ വീണാലും നിങ്ങൾ എത്ര ടെൻഷൻ അടിച്ചാലും എത്ര വിഷമിച്ചാലും എത്ര സങ്കടപ്പെട്ടാലും അത് പൂക്കില്ല. കാരണം ഈ പ്രപഞ്ചം, യൂണിവേഴ്സ്, ദൈവം, ഈശ്വരൻ ഒരു ഇവന്റ് നടത്തുന്നില്ല. ഇവന്റ് ക്രിയേറ്റർ അല്ല. ഇപ്പൊ തന്നെ സ്വിച്ച് ഇട്ടിട്ട് ഇവന്റ് നടത്താൻ വേണ്ടി പരിപാടികൾ കൊണ്ട് ഒരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നില്ല.
ആ ഡിവൈനിറ്റി, യൂണിവേഴ്സ്, പ്രപഞ്ചം, ദൈവം നിങ്ങളെയാണ് ചെയ്യുന്നത്. നിങ്ങളെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സോളിനെയാണ്. ഇവന്റ് നടത്തുന്നില്ല. ഇവന്റ് ഇപ്പൊ തന്നെ നടക്കാൻ വേണ്ടി. എല്ലാ എല്ലാ കാലതാമസവും നിങ്ങൾ വിചാരിക്കും എല്ലാ കാലതാമസവും നമുക്ക് വരുന്ന വിനയാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുക. എല്ലാ കാലതാമസവും എനിക്കിപ്പോ കാറ് വാങ്ങണം, ഇപ്പൊ വാങ്ങാൻ പറ്റിയില്ല. എനിക്ക് വീട് പണിയണം, ഇപ്പൊ പണിയാൻ പറ്റിയില്ല. എനിക്ക് ഇപ്പൊ തന്നെ ഭർത്താവിനെ എന്റെ ഇതിലേക്ക് വരുത്താൻ പറ്റില്ല. എന്റെ ഭാര്യയെ എന്റെ കൺട്രോളിൽ നിൽക്കണം, വരുത്താൻ പറ്റുന്നില്ല. എന്റെ മക്കളെ എന്റെ കൺട്രോളിൽ എടുക്കണം, വരുത്താൻ പറ്റുന്നില്ല. എല്ലാം ഇപ്പൊ നടക്കണം. നമ്മൾ വിചാരിക്കും ഇത് നടക്കാതെ വരുമ്പോൾ എന്തൊരു ദുരിതമാണിത് എന്നാണ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ദുരിതമല്ല. അത് വേഷം മാറിയ ഒരു കൃപയാണ്. വേഷം മാറിയ ഒരു ദയയാണ് കാലതാമസം. നിങ്ങൾ ശ്രദ്ധിച്ച് അതിനകത്ത് അതിന്റെ ഡിവൈനിറ്റിയിലൂടെ അതിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തെ, ആ കാലതാമസത്തിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തെ, ദൈവത്തെ നോക്കിക്കണ്ടാൽ, ഡിവൈനിറ്റിയെ നോക്കിക്കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാലതാമസം എന്ന് പറയുന്നത് നമ്മളോടുള്ള ഒരു സ്നേഹമാണ്. മുൻകഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരും, എല്ലാ ഈ ഭൂമിയിൽ വന്നിട്ടുള്ള പ്രവാചകന്മാരും വരെ കാത്തിരുന്നിട്ടുണ്ട്. ഇതൊരു ലോയാണ്, ഒരു ഡിവൈൻ ലോ. ഭൂമി ഇത്ര സമയം കൊണ്ട് കറങ്ങുന്നു. 24 അവേഴ്സില് സൂര്യൻ കൃത്യസമയത്ത് ഉദിച്ചു വരുന്നു. ആ സൂര്യനെ വലിച്ചുദിപ്പിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ നടക്കുന്നതല്ല. നമ്മളും ഒരു 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 സൂര്യനോ ഭൂമിയോ ഒക്കെ ആണെന്ന് കരുതുക. അതിൻ്റെതായ സമയത്താണ് അത് ഉദിക്കുക. അതിന്റെ സമയത്താണ് അത് അസ്തമിക്കുക. നമ്മളും അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ ഒരു 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 സൃഷ്ടിയല്ലേ മനുഷ്യൻ. ആ സൃഷ്ടിയുടെ ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതിൻ്റെതായ സമയം. ശ്രീരാമൻ അയോധ്യയുടെ സിംഹാസനത്തിന്റെ അവകാശിയായിരുന്നു. സിംഹാസനത്തിന്റെ അവകാശിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കിരീടധാരണം പ്രഖ്യാപിച്ചപ്പോൾ വിധിയാകെ മാറി. അതിന് അദ്ദേഹത്തിന് പറ്റൂലായിരുന്നു കയറിയിരുന്ന് ഭരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനെല്ലാം റദ്ദ് ചെയ്തിട്ട് അത്ര പവർഫുൾ ആയ ആളല്ലായിരുന്നു അദ്ദേഹം. എന്തിന് 14 വർഷം കാട്ടിലേക്ക് പോയി? അത് അയോഗ്യനായതുകൊണ്ടല്ല, മറിച്ച് ക്ഷമയുടെയും നഷ്ടത്തിന്റെയും സഹനത്തിന്റെയും അഗ്നിയിലൂടെ സ്ഫുടം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ പോണത്? കാട്ടിൽ വച്ചാണ് രാവണനെ കണ്ടുമുട്ടിയത്. വനവാസത്തിലാണ് വേർപിരിയലിന്റെ വേദന മനസ്സിലായത്. കാലതാമസത്തിന് ശേഷമാണ് രാമന്റെ ഭരണം ആദർശ ശുദ്ധിയുള്ള രാമരാജ്യമായി മാറി. അത്ര സമയം ആ ദിവ്യക്ഷമയുടെ ഒരു കണ്ണാടിയായി അവിടെ ശ്രീരാമൻ മാറുകയാണ്. ശ്രീകൃഷ്ണനോ ഒരു തടവറയ്ക്കുള്ളിലാണ് ജനിക്കുന്നത്. തടവറയ്ക്കുള്ളിൽ ലോകം അധർമ്മത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തടവറയ്ക്കുള്ളിൽ ജനിക്കുന്നത്. തടവറയ്ക്കുള്ളിൽ. എന്നിട്ട് ഉടനെ തന്നെ ആ കുട്ടിയായിരിക്കുമ്പോ തന്നെ എഴുന്നേറ്റ് നിന്ന് എല്ലാം ശരിയാക്കുകയാണോ ചെയ്തത്? എല്ലാം ശരിയാക്കുകയാണോ ചെയ്തത്? ശ്രീകൃഷ്ണൻ വരുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾക്കും ഒക്കെ വരുന്നതിന്റെ വാഗ്ദാനം ഉണ്ടായിരുന്നു. ജനിച്ച ഉടനെ ആയുധമെടുത്ത് ഇറങ്ങുകയാണോ ചെയ്തത്? അതൊന്നുമല്ല. അവിടെ ഗോക്കളെ മേച്ചും ഗോകുലത്തിലൂടെ നടന്നും പശുക്കളെ മേയ്ക്കുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്ത് യുദ്ധത്തിന് മുമ്പ് അവിടെ സ്നേഹം കൊണ്ടുവരികയാണ് ചെയ്തത്. സ്നേഹം. ഇരുത്തലിന് മുമ്പ് കരുണ കൊണ്ടുവരികയാണ് ചെയ്തത്. സമയമെടുത്ത്. ഇരുത്തലിന് മുമ്പ് ആദ്യം കരുണയാണ് കൊണ്ടുവന്നത്. കരുണ, സ്നേഹം, നൃത്തം, റിതം കൊണ്ടുവന്നിട്ടാണ് തിരുത്തണത്. അപ്പൊ അതിന് സമയമെടുക്കുകയാണ് അതിന്. ഇതേ സെയിം സ്റ്റോറിയാണ് മോശയുടെ സ്റ്റോറി. സെയിം. ഒരു വ്യത്യാസമില്ല. ഇവിടെ കംസനായിരുന്നെങ്കിൽ അവിടെ ഫറോവയായിരുന്നു മാത്രം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത എല്ലാം മനസ്സിലാവും. ജോസഫ് കിണറ്റിലെറിയപ്പെട്ടു.
കിണറ്റിലെറിയപ്പെട്ടു. സ്വന്തം സഹോദരന്മാരാണ്. പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി അദ്ദേഹം മാറുന്നത്. മോശ 40 വർഷം അലഞ്ഞു നടന്നു. 40 വർഷം. അതിനുശേഷമാണ് അവിടെ ഇത് വരുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ അനുയായികളും ഇതൊക്കെ വരും. വിശുദ്ധ മറിയം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു, നിരസിക്കപ്പെട്ടു, ഒറ്റപ്പെട്ടു. സമയമെടുത്തിട്ടാണ് അതിനെ ചേഞ്ചായി വരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി വർഷങ്ങളോളം കാത്തിരുന്നു. കല്ലെറിഞ്ഞോടിച്ചു ജനങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന്. 13 വർഷം പണിയെടുത്തിട്ടാണ് 13 വർഷം അങ്ങനെ പണിയെടുത്തിട്ടാണ് ആ മാറ്റം ഉണ്ടായത്. അപ്പൊ ഒരിക്കലും അവർക്ക് പോലും ആ കാലതാമസം നേരിട്ടു. അത്രയും വലിയ ദൗത്യം ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾക്ക് പോലും ഒരു സ്വിച്ച് ടെമ്പർ ടക്ക് എല്ലാരും മാറണം എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റുമോ? ഇല്ല. എല്ലാത്തിനും ഒരു കാലതാമസമുണ്ട്. എല്ലാത്തിനും. ലോകത്തെ എല്ലാ കാര്യങ്ങളും. നിങ്ങൾ കൊതിക്കുന്ന സ്നേഹം, നിങ്ങൾ കൊതിക്കുന്ന സ്നേഹം അത് ആദ്യം നിങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കും. നിങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതിനാലാണ് പുറത്തുനിന്നുള്ള സ്നേഹം നിങ്ങൾക്ക് വരാത്തത്. ആദ്യം നിങ്ങളെ സ്വയം സ്നേഹിക്കുക. നിങ്ങളെ സ്വയം സ്നേഹിക്കുമ്പോൾ നിങ്ങൾ തയ്യാറായി എന്ന് ഈ പ്രപഞ്ചത്തിന് മനസ്സിലാവും. യു ആർ റെഡി. നിങ്ങൾ റെഡിയായി. ഞാൻ റെഡിയായി. ഒരു കാര്യം സ്വീകരിക്കാൻ ഞാൻ പ്രാപ്തനായി. എങ്ങനെയാണ് ഒരു പരീക്ഷയൊക്കെ എഴുതി എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാലേ നമുക്കൊരു ഡിഗ്രി കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാനം കിട്ടുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലൂടെ അവൻ റെഡിയായി എന്ന് മനസ്സിലാവുമ്പോഴാണ് അവനത് കിട്ടുന്നത്. ഇത്തരം പരീക്ഷണങ്ങളുടെയും പരീക്ഷകളിലൂടെയും നമ്മൾ കടന്നുപോയി നമ്മളത് സ്വീകരിക്കാൻ യോഗ്യരായി. ആ സ്നേഹം, അല്ലെങ്കിൽ ആ സമ്പത്ത്, അല്ലെങ്കിൽ ആ പദവി, എന്തുമാകട്ടെ, നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്തുമാകട്ടെ, അത് സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയായി. നിങ്ങളുടെ ഉദ്ദേശം ചിലപ്പോ നിങ്ങൾക്ക് കറക്റ്റ് വ്യക്തമായിരിക്കില്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല. ആ ക്ലാരിറ്റി വരട്ടെ. ഇത്രയും നിങ്ങൾ വലിയ സമ്പത്താ, നിങ്ങളെ താഴ്മ ഉണ്ടാവൂല. ആ താഴ്മ വരട്ടെ. താഴ്മ വരുമ്പോ സമ്പത്ത് തനിയെ വരും. ഇല്ല, ഞാൻ ഭയങ്കര എളിയവനാണ്, ഞാൻ ഭയങ്കര നല്ല മനുഷ്യനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങളുടെ ഉള്ളിലോട്ട് ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും നല്ല മനുഷ്യനാണ്, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യനാണ് ഞാൻ എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് നല്ലവരാണോ നിങ്ങൾ എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാവും. മനസ്സിലായിട്ട് ഒന്ന് ആഴ്ന്ന് പോയി നോക്കും. എന്തുകൊണ്ടാണ് ഹീലിംഗ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറാത്തത്? നിങ്ങൾ തന്നെ ഒന്ന് ഹീലായി തുടങ്ങിയോ, ഒന്ന് മൃദുവായി തുടങ്ങിയോ, അതെയോ നിങ്ങൾ ഇപ്പോഴും ഏത് സമയവും ടെൻഷനും സ്ട്രെസ്സിലും ഒക്കെ ആണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധിച്ചു. നിങ്ങൾ എപ്പോഴും ടെൻഷനിലും സ്ട്രെസ്സിലും ഒക്കെ ആണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീലാവാൻ പറ്റില്ല. യു ഹാവ് ടു ലീവ് ഇറ്റ്. നിങ്ങൾ ഉപേക്ഷിക്കണം അതിന്. നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന ആ ഇമോഷനുകളെ നിങ്ങൾ വിടാൻ തയ്യാറാവണം, പുറത്തേക്ക് വിടാൻ തയ്യാറാവണം. ആത്മജ്ഞാനികളുടെ വഴി ഇതാണ്. അവർ ഒന്നും ദൈവത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. അവർ പറയും, ദൈവമേ, കർത്താവേ, ഈശ്വര, അള്ളാഹുവേ, നീ എനിക്ക് നൽകാറാകുമ്പോഴേക്കും ഞാൻ തയ്യാറായിരിക്കും അതിന്. എന്തെങ്കിലും എനിക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ലഭിക്കാറാകുമ്പോഴേക്കും ഞാൻ അതിനു വേണ്ടി തയ്യാറായി. എങ്ങനെയാണ് ഈ ഒരു ക്രമത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക? ഈ ക്രമത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിരാശകൾ ഉണ്ടാവില്ല. നിരാശകൾ ഉണ്ടാവില്ല. എങ്ങനെയാണ് അങ്ങനെ ജീവിക്കാൻ പറ്റുക?
നിരാശകളില്ലാത്ത ജീവിതം. സമയത്തെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ നിരാശ ഉണ്ടാവൂല. എനിക്കത് കിട്ടിയില്ലോ, ഇത് കിട്ടിയില്ലോ, എന്റെ പ്രശ്നങ്ങൾ തീർന്നില്ലല്ലോ, എന്റെ പ്രതിസന്ധികൾ തീർന്നില്ലല്ലോ, ഞാനെപ്പോഴും വിഷമത്തിലാണല്ലോ, ഇത് അങ്ങനെ നിരാശ ഉണ്ടാവില്ല. അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് താരതമ്യം ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതാണ്. താരതമ്യം ചെയ്യുന്നത് നിർത്തുക. ഒരൊറ്റ ഒരു സോളിന്റെയും ഒരൊറ്റ ആത്മാവിന്റെയും സമയം എന്ന് പറയുന്നത് ഒരുപോലെയല്ല. ഇന്റയർലി ഡിഫറൻസ്. എന്റെയും നിങ്ങളുടെയും ഈ ഇരിക്കുന്ന മുഴുവൻ 100-ലധികം മനുഷ്യരുടെയും സമയം എന്ന് പറയുന്നത് ഒരുപോലെയല്ല. നിങ്ങൾ ക്ലോക്കിൽ കാണുന്ന സമയമല്ല. എല്ലാവരുടെയും സമയം വ്യത്യസ്തമാണ്. എല്ലാവരുടെയും സമയം, ജനന സമയം, മരണസമയം, എല്ലാ കാര്യങ്ങളും നടക്കുന്ന സമയം. അതാണ് ഫസ്റ്റ് സീക്രട്ട്. നിരാശ ഉണ്ടാവില്ല. എന്റെ സമയം വ്യത്യസ്തമാണ്. മേരാ നമ്പർ അലഗ് ഹെ, മേരാ ടൈം അലഗ് ഹെ. എന്റെ സമയം വ്യത്യസ്തമാണ്. എല്ലാ സോളുകളുടെയും ഒരു പൂ വിരിയുന്ന സമയത്താവൂല മറ്റൊരു പൂ വിരിയുന്നത്. എല്ലാം വ്യത്യസ്തമായ രീതിയിൽ. എല്ലാം. ഓരോ മനുഷ്യന്റെയും ഓരോ സോളിന്റെയും സമയം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. എന്നാൽ നിങ്ങളുടെ സമയം നിങ്ങളുടേത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അന്തസ്സോടെ കാത്തിരിക്കുക. അന്തസ്സോടെ. ഞാൻ പറയാറുണ്ട് ഒരു സോൾ എപ്പോഴും അന്തസ്സുറ്റൊരു സോളായിരിക്കും. കരഞ്ഞൊക്കെയാണ്. എനിക്കത് വന്നില്ലല്ലോ, ഇത് വന്നില്ലല്ലോ, അയ്യോ എനിക്ക് വരുന്നില്ലേ. അതൊക്കെ അടിമത്തം പേറുന്ന സോളുകളാണ് അങ്ങനെയൊക്കെ കരയുന്നത്. അടിമത്തം പേറുന്ന സോളുകൾ. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഇങ്ങനെ ആ, ചോദിക്കുക, പലരെയും പോയി കാണുക, അവരോട് ചോദിക്കുക, അവരോട് യാചിക്കുക. എന്റെ സമയം വന്നിട്ടില്ല, എന്തേ വരാത്തത്? ഒന്ന് എന്തെങ്കിലും ഒരു ഒരു കെണിമണി ചെയ്തതാ, എന്തെങ്കിലും ഒന്ന് ഒന്ന് ചെയ്ത് സ്പീഡാക്കി താ, എന്റെ സമയം വരുന്നില്ലല്ലോ. അവിടെ നമ്മുടെ അന്തസ്സ് പോവാണ് നമ്മുടെ സോളിന്റെ. രണ്ടാമത്തത് നിങ്ങൾ അടയാളങ്ങൾ ശ്രദ്ധിക്കുക. അടയാളങ്ങൾ. നിശാൻ. നിശാൻ മേൻ ധ്യാൻ രഖോ. അടയാളങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ അടയാളങ്ങൾ. ദൈവികമായ ചിഹ്നങ്ങൾ. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നിങ്ങളോട് മന്ത്രിക്കുന്നുണ്ടാവും. നിങ്ങൾ ശാന്തരായും നിശബ്ദരായും ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് അത് കാണാൻ കഴിയുള്ളൂ. ഒരു പക്ഷി പറക്കുന്നത്, ചിലപ്പോ സമയം മാറുന്നത്, പെട്ടെന്നുള്ള ഒരു മീറ്റിംഗ് റദ്ദാവല്, ഒരു യാത്ര പെട്ടെന്ന് മാറുന്നത് ഒക്കെ നിങ്ങൾക്കുള്ള സയൻസ് ആണ്. സയൻസ്. അപ്രതീക്ഷിതമായ മാറ്റം, അപ്രതീക്ഷിതമായ ജോലി നഷ്ടപ്പെടൽ, പ്രതീക്ഷിച്ച ബിസിനസ് നടക്കാതിരിക്കൽ, പ്രതീക്ഷിച്ച പൈസ കയ്യിലോട്ട് വരാതിരിക്കൽ, പ്രതീക്ഷിച്ച സന്തോഷം പെട്ടെന്ന് കിട്ടാതിരിക്കൽ, പ്രതീക്ഷിച്ച പ്രശ്നം അപ്പൊ തന്നെ പരിഹരിക്കാതിരിക്കുന്നത്, എല്ലാം എല്ലാം ഒരടയാളമാണ്. അടയാളം. അവ തടസ്സങ്ങളല്ല, നിങ്ങളെ തിരിച്ചുവിടുന്നതാണ്. നിങ്ങളുടെ വഴി തിരിച്ചുവിടുന്നതാണ്. എത്രയോ സംഭവങ്ങളിൽ ഒരു സമയം, നിശ്ചയ സമയം മാറി ആ സമയത്ത് പോവാതിരുന്നുകൊണ്ട് ലൈഫ് തന്നെ മാറിയ, രക്ഷപ്പെട്ട എത്ര ആളുകളുണ്ട്. നമ്മളൊന്നും അതിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരം അടയാളങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അയ്യോ എനിക്ക് ഞാൻ ചോദിച്ച പൈസ കിട്ടിയില്ല. ആകെ നമ്മൾ ശ്രദ്ധിക്കുന്ന ആ കിട്ടാതിരുന്ന വിഷയത്തിലാണ്. അതിന്റെ അടയാളത്തിൽ, ദൈവികമായ അടയാളത്തിൽ ശ്രദ്ധിക്കും. നിരാശ ഉണ്ടാകും. നിരാശ കിട്ടിയില്ലേ, എനിക്കിപ്പോൾ അത് വിധിച്ചിരുന്നതല്ല. എനിക്കിപ്പോൾ അല്ലാതെ എന്റെ സമയം വ്യത്യസ്തമാണ്. ആ സമയത്ത് എനിക്കത് കിട്ടും. മൂന്നാമത്തത്, ഒന്നിന്റെയും അഭാവം, ഒന്നും ഇല്ലാതിരിക്കൽ അല്ല നിങ്ങളുടെ ജീവിതം. ഒരു സാധനം കിട്ടിയില്ല. അതാണോ നമ്മുടെ ജീവിതം? ഒരു സാധനം കിട്ടാത്തതാണോ നമ്മുടെ ജീവിതം? ഒരിക്കലും അല്ല. ഒരിക്കലും അല്ല. നിങ്ങളുടെ ജീവിതം ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾക്കത് മാറ്റാൻ കഴിയില്ല.
ഒരു സാധനം എനിക്ക് കിട്ടിയില്ല, ഒരു സന്തോഷം കിട്ടിയില്ല, ഒരു സമാധാനം കിട്ടിയില്ല, ഒരു കാര്യം കിട്ടിയില്ല. അതിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നിരാശയോട് ജീവിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് ദ ഹെൽ. അതാണ് നരകം. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഈ ഭൂമിയിൽ തന്നെ നരകത്തിൽ ജീവിക്കുന്നത് എന്തിനാണ്? ഒന്നും കിട്ടാത്തതോ, ഒന്നും നമ്മളിലോട്ട് വന്നു ചേരാത്തതോ, ഒന്നും നമുക്ക് ലഭിക്കാത്തതോ അല്ല. അല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം, നമ്മളുടെ ലെസൺ, നമ്മുടെ പാഠം എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ ജീവിതം ജീവിക്കുക എന്നുള്ളതാണ്. ലീവ് ദ ലെസൺ. അപ്പൊ നമ്മുടെ കടന്നു പോകുന്ന ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഒരു പാഠമാണ്, ഒരു ലെസൺ ആണ്. ഇന്നത്തെ ദിവസം ഒരു പാഠമാണ്. ഇന്നത്തെ ദിവസം അത് എങ്ങനെ ആയിക്കൊള്ളട്ടെ, അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഈ ഭൂമിയിൽ ഞാൻ നിൽക്കുന്നത്. എല്ലാ മനുഷ്യരും അതിനു വേണ്ടിയിട്ടാണ്. എല്ലാ മനുഷ്യരും വേറൊരു പർപ്പസ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല. കൃത്യമായി എവിഡൻസോട് കൂടി, കൃത്യമായ ഇതോട് കൂടി നിങ്ങൾക്ക് ഒരു പർപ്പസും ഭൂമിയിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല. ഇല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചാ ഞാൻ ഇന്ന ആവശ്യത്തിന് വന്നതാണ്. യു ആർ എക്സ്പീരിയൻസിങ്, യു ആർ ഫീലിംഗ്. സന്തോഷവും സമാധാനവും സങ്കടവും വിഷമവും ഒക്കെ ഇവിടുന്ന് ഫീൽ ചെയ്യുകയാണ്. ഫീൽ ചെയ്തിട്ട് നമ്മൾ അതിനെ അങ്ങ് വിട്ടേക്കുക. നമ്മുടെ ജീവിതം നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക, ഈ നിമിഷം എന്നോട് ഈ യൂണിവേഴ്സ് എന്തായി തീരാനാണ് ആവശ്യപ്പെടുന്നത്? എന്തിനാണ് ഞാൻ ഇവിടെ എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ് ഡിവൈനിറ്റി ഇപ്പോൾ എന്നെ ഇവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ എന്താണ് ഇതിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്? ഡിവൈനിറ്റി ഒരിക്കലും വൈകൂല. അത് ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന പ്രഭാതം പോലെയാണ് വരുന്നത്. സാവധാനം, നിശബ്ദമായി, ശക്തമായ ഉറപ്പോടുകൂടി. ഞാൻ പറഞ്ഞു, സൂര്യനെ ഒരിക്കലും വലിച്ചു പൊക്കി ഉദിപ്പിക്കാൻ കഴിയില്ല. സൂര്യൻ ഉണർന്നു വരുമ്പോൾ അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കേണ്ടതുണ്ട്. നമ്മൾ ഉണർന്നിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പിടി അങ്ങ് വിടുക. ആ പിടി പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന സംഭവല്ലേ, അതങ്ങ് വിട്ടുകളയാം. സൂര്യൻ ഉദിക്കുമ്പോൾ ആ പ്രകാശം നല്ല രീതിയിൽ നമ്മൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് വളരെ കൂളായിട്ട് വളരെ സമാധാനമായിട്ട് ഇരുന്നാൽ മാത്രമല്ലേ നമുക്ക് അത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഇമോഷനുകൾ, വികാരങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതൊന്ന് പിടിവിട്. അതിനാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആ പ്രോസസ്സിൽ നിങ്ങൾക്ക് യഥാർത്ഥ ഫലം, നിങ്ങളുടെ മൈൻഡ് അവേക്കനിങ്, സോൾ അവേക്കനിങ് പ്രോസസ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പിടി അങ്ങ് വിടണം. പിടി. നിങ്ങളുടെ കലണ്ടർ ഉണ്ടല്ലോ, കലണ്ടർ, നിങ്ങളുടെ ഉള്ളിൽ വച്ചിരിക്കുന്ന കലണ്ടർ, എനിക്ക് ഇപ്പൊ അതാവണം, നാളെ അതാവണം, ഇതാവണം, ഇത് ശരിയാക്കണം, ഇപ്പൊ തന്നെ ശരിയാക്കണം, കെട്ടിയോനെ ഇപ്പൊ തന്നെ ശരിയാക്കണം, കെട്ടിയോളെ ഇപ്പൊ തന്നെ ശരിയാക്കണം, അച്ഛനെ അമ്മേനെ ഇപ്പൊ തന്നെ ശരിയാക്കണം, മക്കളെ ഇപ്പൊ തന്നെ ശരിയാക്കണം, സമ്പത്ത് ഇന്ന് തന്നെ കിട്ടണം, ഇന്ന് തന്നെ എന്റെ ബിസിനസ്. ഇതെല്ലാം നിങ്ങളിലേക്ക് വരും. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി അതിശക്തമായി വരും. പക്ഷെ ആ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് ആ സൂര്യൻ ഉദിച്ചു വരാൻ വെമ്പി വെമ്പി നിൽക്കുകയാണ്. നിങ്ങളാകട്ടെ എഴുന്നേൽക്കുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സൂര്യോദയം കാണാൻ പറ്റും? നിങ്ങൾ ഉറക്കമെന്ന പിടിവിടുന്നില്ല, പിടിവിടുന്നില്ല. ഞാൻ യഥാർത്ഥ ഉറക്കത്തെ കുറിച്ചല്ല പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഇമോഷനുകളെയും, വിഷമങ്ങളെയും, സങ്കടങ്ങളെയും, പ്രശ്നങ്ങളെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിനൊന്ന് പിടിവിട്. അതേന്നൊന്ന് വിട്. അതൊന്ന് റിലീസ് ചെയ്യ്. മറ്റുള്ളതെല്ലാം ഉദിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റുള്ളതെല്ലാം നിങ്ങളുടെ കലണ്ടറിൽ. എന്നിട്ട് നിങ്ങൾ പറയുക, ഒരു ദിവസം കൂടി ഈ ഭൂമിയിൽ എനിക്കൊരു ദിവസം കൂടി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡിവൈനിറ്റിയിൽ, ഈ യൂണിവേഴ്സിൽ, പ്രപഞ്ചത്തിൽ, ഈശ്വരനിൽ, സൃഷ്ടാവില് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ ഒരു ദിവസം കൂടി എനിക്കുണ്ടെങ്കിൽ ഒരു വർഷം കൂടി, ഞാൻ ഒരു വർഷം കൂടി കാത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നു. കാരണം എന്താണ്? ഡിവൈനിറ്റി നമ്മുടെ ജീവിതം മുഴുവൻ കാണുന്നു. നമ്മുടെ പൂന്തോട്ടം മുഴുവൻ കാണുന്നു. നമ്മുടെ ഗാർഡൻ മുഴുവൻ കാണുന്നു. നമ്മുടെ ഉദ്യാനം മുഴുവൻ കാണുന്നു. നമ്മള് ആ വിത്ത് മാത്രമേ കാണുന്നുള്ളൂ. ഇന്ന് ഇപ്പോ ഇപ്പോഴത്തെ ആ വിത്തിനെ മാത്രമേ നമ്മൾ കാണൂ. ജസ്റ്റ് ആ വിത്തിനെ മാത്രം. നമ്മളെ പൂന്തോട്ടം കാണുന്നില്ല. പൂന്തോട്ടം നമ്മൾ കാണുന്നില്ല. ഈ ഭൂമിയിൽ
നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ഭൂമിയില് നമുക്ക് വരാനുള്ളതെല്ലാം നമുക്ക് വരും. ഒന്നും, ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഡിവൈനിറ്റി എന്ന് പറയുന്ന കാലത്തിന്റെ കൈകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിവൈനിറ്റി. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ പേര് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കഥ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് വരുന്നുണ്ട്. നമുക്ക് മറന്നു പോകുന്നതാണത്. നമ്മൾ അന്വേഷിക്കുന്നതൊന്നും അകലെയല്ല. അതെല്ലാം ഉദിക്കാൻ വെമ്പൽ കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മള് അതിന് തയ്യാറായിട്ടില്ല. ഞാൻ നിങ്ങളോട് ക്ലാസിന്റെയും ഇതൊക്കെ തുടങ്ങുന്ന അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ പ്രോഗ്രാം തുടങ്ങിയ അന്ന്. എല്ലാം നിങ്ങളെ തേടി വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കാറുണ്ട്. നിങ്ങൾ ഒന്നിനെയും തേടി പോകേണ്ടതില്ല. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് എല്ലാം നിങ്ങളെ തേടി വരും. അതെല്ലാം തേടി വരാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നിങ്ങൾ റെഡിയായോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ റെഡിയാണോ? ഒരു കാര്യം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡി ആവണ്ടേ? നമ്മുടെ ഉള്ളിലുള്ള ഇമോഷണൽ ബ്ലോക്കേജുകൾ, നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ, സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ, ആദി, അത്, ഇത്, ശൂന്യത, മറ്റുള്ള കാര്യങ്ങൾ ഒരു നിറവില്ല. നിറവില്ല. ഒരു പ്രകാശത്തിന്റെ നിറവില്ല നമുക്ക് സ്വീകരിക്കാൻ. നമ്മുടെ മനസ്സ് ഒരിക്കലും അത് നമ്മൾ ശൂന്യമാക്കി വെക്കുന്നില്ല. ഒരു പ്രകാശം നിറച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഡിവൈനിറ്റിക്ക് വരാൻ കഴിയും. എന്തിനേം കൊണ്ടുവരാൻ കഴിയും. എന്തും കൊണ്ടുവരാൻ കഴിയും. പക്ഷെ നമ്മുടെ ഉള്ളില് നമ്മൾ വേറെ എന്തൊക്കെയോ നിറച്ചു വെച്ചിരിക്കുകയാണ്. വേറെ എന്തൊക്കെയോ. അതിനെല്ലാം എടുത്ത് പുറത്ത് കളയണം. അതിനെല്ലാം പുറത്തേക്ക് വിടണം. അത് റിലീസ് ചെയ്യാണ് അവിടെ. നമ്മുടെ ഈ പ്രോസസ്സിലൂടെ നമ്മൾ നിങ്ങളിൽ നിന്നും അത് റിലീസ് ചെയ്യാണ്. കംപ്ലീറ്റ്ലി റിലീസിങ്. കൈ ഇങ്ങനെ പിടിക്കുമ്പോ എല്ലാരും ചോദിക്കും എന്തുകൊണ്ടാ കൈ പിടിക്കും? കൈക്ക് ഒരു രഹസ്യമുണ്ട്. ഇവിടെ, 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 ഇവിടെ. ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂമൻ ബോഡി. ഇതിനൊരു സയന്റിഫിക് വശമുണ്ട്. അതുകൊണ്ടാണ് കൈ ഇങ്ങനെ പിടിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായി തോന്നുന്നത്? ഇറ്റ്സ് എ സയൻസ്. നമ്മുടെ ശരീരത്തിൽ ചക്രാസ് ഉണ്ടെന്ന് പറയുന്ന പോലെ അതേ പൊസിഷനിലാണ് ഈ ഇതെല്ലാം. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഇങ്ങനെ ജസ്റ്റ് ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു ഒരു ആസനത്തിലും ഇരിക്കണ്ട, ഒരു രീതിയിലും ഇരിക്കണ്ട, ഒരു ഒരു പൊസിഷനും വേണ്ട, ഒരു മുദ്രയും വേണ്ട എന്ന് പറയുന്നത് ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ നിങ്ങളുടെ ബോഡിയുള്ള ചക്രാസ് ആക്ടിവേറ്റ് ചെയ്യാണ്. അത് വേറൊരു വിഷയമാണ്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിലീസ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങളുടെ ആ ഉള്ളിലുള്ള എല്ലാം നിങ്ങൾ ഈ ഭൂമിയിൽ നേടിയിട്ടുള്ള നിങ്ങൾ എന്ന ഭാവം പോലും ഞാൻ പറയുമ്പോ പറയും പേര് പോലും എന്റെ പേര് പോലും ആ പേരിടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സോൾ ഉണ്ട്, ഒരു പവർഫുൾ മൈൻഡ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു പവർഫുൾ ആത്മാവുണ്ട്. അതിലേക്ക് നിങ്ങൾ മടങ്ങി വന്നു കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ പുറകെ വരും. സമ്പത്ത്, സമാധാനം, സന്തോഷം, ആരോഗ്യം, എല്ലാം എല്ലാം റിലേഷൻഷിപ്പുകൾ എല്ലാം എല്ലാം നിങ്ങളുടെ പുറകെ വരും. പക്ഷെ നിങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, അങ്ങോട്ട് കയറാൻ പറ്റാതെ കെട്ടിവെച്ചിരിക്കുന്ന വേലിക്കെട്ടുകൾ നിങ്ങൾ ഒന്ന് ഫ്രീ ആക്കി വിടാൻ പറ്റും. നിങ്ങളുടെ മനസ്സാകുന്ന ആ ഒരു 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 കലത്തിനുള്ളിലേക്ക് ഇതെല്ലാം പകർന്നു തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിറഞ്ഞിരിക്കുന്ന സാധനം എല്ലാം എടുത്തുനിന്ന് പുറത്തേട്ട് വരണം. അതിലെല്ലാം പെടും. എല്ലാം. ഞാൻ ഇങ്ങനെ ചെയ്താലേ എനിക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ, ഞാൻ അങ്ങനെ ചെയ്താലേ എനിക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതൊന്നും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാധനമല്ല. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഹീലിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു തെറാപ്പിയോ ഒന്നും അല്ല ഇവിടെ സംഭവിക്കുന്നത്. എല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് വിട്ടേരെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എല്ലാം വിട്ടേരെ. NLP, EFT, ഹീലിംഗ്, ചൈൽഡ് ഹീലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഓരോന്നും ചെയ്യുമ്പോൾ അതല്ലേ ഇതിലോട്ടൊന്നും നിങ്ങൾ കണക്ട് ചെയ്യണ്ട. എല്ലാം വിടുക. എല്ലാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അന്വേഷിക്കുന്ന ഒന്നും അകലെയല്ല. നിങ്ങളുടെ തൊട്ട് ചേർന്നുണ്ട്. ടക്ക് 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 ടക്കേന്ന് വന്നുകൊണ്ടിരിക്കും. ഒരു ഒരു നാട്ടിൽ ഒരു വിളക്കുണ്ടാക്കുന്ന ഒരു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പ്രീതി. വിളക്കുണ്ടാക്കുന്നു. വിളക്ക്. കളിമണ്ണ് കൊണ്ട് നല്ല ഭംഗിയുള്ള വിളക്കുകൾ ഉണ്ടാക്കും. ഭംഗിയുള്ള വിളക്കുകൾ.
അവളൊരു പ്രത്യേക രീതിയിലുള്ള ഒരു വിളക്ക്, ഒരു സ്പെഷ്യൽ വിളക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു ചൂടിലും പൊട്ടിപ്പോകാത്ത ഒരു വിളക്ക് മണ്ണുകൊണ്ട്. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷിക്കുമ്പോഴൊക്കെ അതിങ്ങനെ പൊട്ടി പൊട്ടി പോയിക്കൊണ്ടിരിക്കും. ബാക്കിയെല്ലാം ഉണ്ടാക്കുമ്പോഴും അവള് ഡെയിലി അവൾക്ക് കുറച്ച് സമയം ഈ പുണ്യമായ ഒരു വിളക്ക്, അതായത് ഒരിക്കലും പൊട്ടാത്ത ഒരു വിളക്ക് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതങ്ങനെ ശ്രമിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം അവള് ചെലവഴിക്കാൻ തുടങ്ങി. അതിനു വേണ്ടി. ഏത് പൊട്ടാത്ത വിളക്കുണ്ടാക്കാൻ വേണ്ടി. പലപ്പോഴും അവള് രാത്രി മുഴുവൻ ഉണ്ടാക്കി ചിലപ്പോ സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് വരെ അത് പൊട്ടിപ്പോവും. അത് കത്തിച്ച് ചൂട് കൂടി കൂടി വരും. എന്നിട്ടും അവള് വീണ്ടും 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 അത് ശ്രമിച്ചുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും വീണ്ടും. അവള് മനസ്സിൽ വിശ്വസിച്ചു ഈ വിളക്ക് സാധാരണ ഒരു വെളിച്ചത്തിന് വേണ്ടിയുള്ളതല്ല. ഇതൊരു പ്രത്യേക വെളിച്ചത്തിന് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആളുകളൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്നു. എന്ത് 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 വെളിച്ചം കൊണ്ടുവരാനാണ് നീ ഇത് ഉണ്ടാക്കുന്നത്? എന്ത് വെളിച്ചം കൊണ്ടുവരാനാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്? ഇവിടെ ഇപ്പൊ ഇഷ്ടം പോലെ വിളക്കുകളില്ലേ? കല്ലും കൊണ്ടുണ്ടാക്കിയ വിളക്കുകളുണ്ട്. പിച്ചള ഉപയോഗിച്ചുണ്ടാക്കിയ വിളക്കുകളുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഉള്ളപ്പോ തന്നെ നിനക്ക് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ദിവ്യമായ വിളക്ക് നീ എന്ത് ഉദ്ദേശത്തിലാണ് ഉണ്ടാക്കുന്നത്? ചിലരൊക്കെ ആ സ്ഥിരോത്സാഹത്തെ അവളെന്നും എല്ലാം വിട്ട് ഇതുണ്ടാക്കുന്ന ആ സ്ഥിരോത്സാഹത്തെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നിൽ നീ എന്തിനാണ് സമയം ചെലവഴിക്കുന്നത്? എന്തിനാണ് നിന്റെ ഇതെല്ലാം നിനക്ക് ചട്ടി കലമൊക്കെ ഉണ്ടാക്കി വിറ്റാ പോരെ? എന്തിനാണ് ഇങ്ങനെ ഒരു വിളക്കുണ്ടാക്കി നിൽക്കൊണ്ടിരിക്കുന്നത്? അപ്പോഴൊക്കെ ആ പ്രീതി പുഞ്ചിരിച്ചുകൊണ്ട് പറയും, ഈ വിളക്ക് ഞാൻ ഉണ്ടാക്കുന്ന വിളക്ക് ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കും. അതൊരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ഇത് വരും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വർഷങ്ങൾ കടന്നുപോയി. പ്രീതി നരച്ചു. വർഷങ്ങൾ കടന്നുപോയി. പ്രായമായി. എന്നിട്ടും അത് തുടർന്നു. എന്നിട്ടും അത് തുടർന്നു. അവസാനം ഒരു വിളക്ക് അവൾ ഉണ്ടാക്കി വെച്ചു. പക്ഷെ അത് ഒരിക്കലും കത്തിച്ചില്ല. വിളക്ക് അങ്ങനെ ഉണ്ടാക്കി. ആ വിളക്ക് പൊട്ടിപ്പോയില്ല. എത്ര ചൂടാക്കിയിട്ടും എത്ര ഇത് കൊടുത്തിട്ട് പൊട്ടിയില്ല. അത് ഉണ്ടാക്കി വെച്ചു. ഒരിക്കൽ ആ നാട്ടിൽ ഒരു വലിയ പേമാരിയും മഴയും ഉണ്ടായി. അങ്ങനെ എല്ലാം എല്ലാ വിളക്കുകളും കെട്ടുപോയി. തീ മുഴുവൻ. ഒരു തീജ്വാലയും അവശേഷിച്ചില്ല. ഒരു തീജ്വാലയും അവശേഷിച്ചില്ല. ആളുകളെല്ലാം കൂടി ഇനി എവിടെന്ന് നമ്മൾ തീ കൊണ്ടുവരും? ദൂരെയുള്ള ഒരു ആശ്രമത്തില് ഒരു കെടാവിളക്കുണ്ട്. അവിടെ നിന്ന് ഒരു പവിത്രമായ ഒരു ജ്വാല ഇപ്പോഴും കത്തുന്നുണ്ട്. അത് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ അവര് പോയി നോക്കി. പോയി നോക്കിയപ്പോ ലോഹവിളക്കുകളും കൽവിളക്കുകളും ഒക്കെ അവർ കൊണ്ടുപോയി നോക്കി. പക്ഷെ ആ ജ്വാല കെട്ടുപോവുകയായിരുന്നു. ഇത് പലതും ഗ്ലാസിന്റെ വരെ വിളക്ക് കൊണ്ടുപോയി നോക്കി. ഗ്ലാസിന്റെ വരെ. എന്നിട്ടും അത് ഫലിച്ചില്ല. ദുർബലം. ആ വിളക്കിനെ, ആ ജ്വാലയെ, ആ പ്രകാശത്തെ സ്വീകരിക്കാൻ അതിന് കഴിഞ്ഞില്ല. ആ വിളക്കുകൾക്കൊന്നും. അപ്പോഴാണ് അവര് പ്രീതിയെ ഓർത്തത്. അവളെ കാണാൻ വേണ്ടി എല്ലാരും കൂടി പോയി. അവൾ ആശ്ചര്യപ്പെട്ടു പോയി. അവള് ഒരിക്കലും ഉപയോഗിക്കാത്ത അവള് പറഞ്ഞിരുന്ന ആ പവിത്രമായ ആ ഒരു വിളക്ക്. എല്ലാരും പരിഹസിച്ചുകൊണ്ടിരുന്ന ആ വിളക്ക്. അത് കൊണ്ടുപോയി ആ ജ്വാല എടുത്തപ്പോൾ അത് പൊട്ടിയില്ല. ബാക്കി എല്ലാം പൊട്ടി. അപ്പോൾ ആ ഗ്രാമമുഖ്യൻ പറഞ്ഞു, അവൾ കാത്തിരുന്നത് ഒരു നിമിഷത്തേട്ടല്ല, ഈ നിമിഷത്തിന് വേണ്ടിയാ. ഈ നിമിഷത്തിന് വേണ്ടിയാ. പ്രീതി ഒരു വിളക്ക് പണിയുമായിരുന്നില്ല. ഒരു ജ്വാലയെ തന്നെ വഹിക്കാൻ കഴിയുന്ന ഒന്നിനെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. പൊട്ടിയതൊന്നും ഒരു പരാജയമായിരുന്നില്ല. അതൊരു രൂപപ്പെടുത്തലായിരുന്നു. അത് കാലതാമസം ഒരു ശിക്ഷയായിരുന്നില്ല. അത് ദിവ്യമായ ഒരു തയ്യാറെടുപ്പായിരുന്നു. പരിഹസിക്കപ്പെട്ടവർക്കും ഒക്കെ മറുപടിയായിട്ട് എല്ലാത്തിനും വേണ്ടിയുള്ള ഒരു വെളിച്ചത്തിന്റെ പാത്രമായി അത് മാറുകയായിരുന്നു. അതിനാൽ നിങ്ങളുടെ ഏതെങ്കിലും സ്വപ്നം നീണ്ടു നിൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും സ്വപ്നം നീണ്ടു നിൽക്കുന്നതായി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോഴും നിങ്ങളുടെ കയ്യിലെ തന്നെ കളിമണ്ണാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പ്രീതിയെ ഓർക്കുക, ആ വിളക്കിനെ ഓർക്കുക. എന്നിട്ടും മനസ്സിൽ മന്ത്രിക്കുക, ഞാൻ വൈകിട്ടില്ല, ഞാൻ തകർന്നിട്ടില്ല, ഞാൻ തകർന്നിട്ടില്ല, ഞാൻ വൈകിട്ടില്ല.
ഞാൻ പവിത്രമായൊരു ജ്വാല, പവിത്രമായൊരു പ്രകാശം വഹിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവന്റെ, ഡിവൈനിന്റെ, ദൈവത്തിന്റെ, ഈശ്വരന്റെ, അള്ളാഹുവിന്റെ, സൃഷ്ടാവിന്റെ ആ പ്രിയപ്പെട്ടവന്റെ ഈ രാജ്യത്തിൽ, അതാണ് ദൈവരാജ്യം. ഈ രാജ്യത്തിൽ ഒന്നും വൈകുന്നില്ല, ഒന്നും വൈകുന്നില്ല, ഒന്നും പെട്ടെന്ന് വരില്ല. എല്ലാം ദൈവീകമായ ഒരു സമയത്തിൽ വരും. എപ്പോഴാണോ നിങ്ങൾ തയ്യാറാകുന്നത്, എപ്പോഴാണോ നിങ്ങളുടെ പാത്രം കാലിയാകുന്നത്, പാത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് ശൂന്യമാക്കി നിങ്ങൾ എപ്പോഴാണോ തയ്യാറാകുന്നത്, നിങ്ങൾ എപ്പോഴാണോ റെഡിയാകുന്നത്, നിങ്ങൾ എപ്പോഴാണോ അതിനുള്ള ആരോഗ്യം, താക്കത്ത് എപ്പോഴാണോ നിങ്ങൾക്ക് വരുന്നത്, അത് ആ വരുന്ന അനുഗ്രഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി എപ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ നിറയുന്നത്, അപ്പോൾ തന്നെ അത് നിങ്ങളിലേക്ക് സംഭവിക്കും. അപ്പോൾ തന്നെ. അതാണ് ഡിവൈൻ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ. എപ്പോഴാണോ നിങ്ങൾ റെഡിയാവുന്നത്, ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നടക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി പ്രോസസ്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോൾ അവേക്കനിങ് പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം പെട്ടെന്ന് തന്നെ. ഓക്കെ. 1 മിനിറ്റ്. നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഇരുന്നാൽ മാത്രം മതി. വളരെ സൈലന്റ് ആയിട്ടിരിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. നിശബ്ദമായിട്ടിരിക്കുക. കംപ്ലീറ്റ്ലി നിങ്ങൾ സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴടങ്ങുക എന്നല്ല അർത്ഥം. സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ ഇമോഷനുകൾ, നിങ്ങളുടെ വിഷമം, സങ്കടം, ബുദ്ധിമുട്ട്, ഞാനെന്ന ഭാവം, അഹങ്കാരം എല്ലാം എല്ലാം ഈ പ്രപഞ്ചത്തിലേക്ക് അലിയാൻ വേണ്ടി വിടുക. ഈ പ്രപഞ്ചത്തിലേക്ക് സമർപ്പിക്കുക. അതിനാണ് സറണ്ടർ എന്ന് പറയുന്നത്. സറണ്ടർ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിലേക്ക്, വിശാലമായ പ്രപഞ്ചത്തിലേക്ക്, ഡിവൈനിറ്റിയിലേക്ക്, ദൈവത്തിലേക്ക്, ഈശ്വരനിലേക്ക്, സൃഷ്ടാവിലേക്ക്, അള്ളാഹുവിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. എല്ലാം 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 സമർപ്പിക്കുക. എല്ലാം ഞാനെന്ന ഭാവത്തെ, ഞാൻ എന്നെ തന്നെ, എല്ലാത്തിനെയും, ഞാൻ വലിയ അറിവ് നേടിയ ആളാണെന്നുള്ള ഭാവത്തെ, എനിക്കെല്ലാം അറിയാമെന്നുള്ള ഭാവത്തെ, എല്ലാത്തിനെയും ഒരു കുറച്ച് നിമിഷങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിച്ച് നിശബ്ദമായിട്ടൊന്ന് ഇരിക്കുക മാത്രം ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിങ്ങളെ ഓട്ടോമാറ്റിക്കലി ഫിക്സ് ചെയ്യപ്പെടും. ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒന്നും പ്രാർത്ഥിക്കേണ്ട. ജസ്റ്റ് സൈലന്റ് ആയിട്ടിരുന്നാൽ മാത്രം മതി. ജസ്റ്റ് സൈലന്റ് ആയിട്ടിരിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. നിശബ്ദമായിട്ടിരിക്കുക. ചിന്തകൾ വന്നോട്ടെ. ചിന്തകൾ വരില്ല എന്നല്ല, ചിന്തകൾ വരും. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ചിന്തകൾ വന്നോട്ടെ. അത് ഇതിനൊരു തടസ്സമല്ല. ചിന്തകൾ മനുഷ്യനാണോ, ചിന്ത വരും. എന്തും വന്നോട്ടെ. ജസ്റ്റ് ആ ചിന്തയെ ഒന്ന് നോക്കിയിരിക്കുക മാത്രം ചെയ്യുക. നിരീക്ഷിക്കുക, നിരീക്ഷിക്കുക. അല്ലാതെ ചിന്തന്റെ അടിപിടി കൂടരുത്. ഇറങ്ങിപ്പോ ചിന്ത. ഞാനിപ്പോ ഒരു വലിയ മെഡിറ്റേഷനിലാണ്. ഒരു മെഡിറ്റേഷനും അല്ല, ഒന്നുമല്ല. നിങ്ങൾ മുമ്പ് ചെയ്ത ഒരു പ്രോസസ്സും അല്ല. ജസ്റ്റ് നിശബ്ദരായിരിക്കുക, സൈലന്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ ഫാനിന്റെ ശബ്ദത്തിൽ ശ്രദ്ധിക്കാം. മഴ പെയ്യുന്നുണ്ടെങ്കിൽ മഴയുടെ ശബ്ദം, എന്തെങ്കിലും പക്ഷി ചിലക്കുന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിച്ചിരിക്കാം. ഫോക്കസ് ചെയ്തിരിക്കാം. ജസ്റ്റ് ആ ചിന്തകളൊക്കെ ഇങ്ങനെ ആകാശത്തിൽ മേഘം വരുന്നത് പോലെ ഒന്ന് നിരീക്ഷിക്കും. ഒന്ന് നോക്കി കുറച്ചു നേരം, ഏതാനും നിമിഷങ്ങൾ, കുറഞ്ഞ നിമിഷങ്ങൾ ഒന്ന് ഇരിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ. റെഡി ആണല്ലോ എല്ലാവരും? ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ഒരു വിശ്വാസത്തെയും ഹനിക്കുന്നതല്ല. നിങ്ങളുടെ ഒന്നിനെയും ഹനിക്കുന്നതല്ല. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് സറണ്ടർ ചെയ്ത് നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഫലമുണ്ട്. പല കാര്യങ്ങളും, ഇമോഷണൽ ബ്ലോക്കേജുകളും മാറ്റാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൽ മനസമാധാനം നിറയും. ജസ്റ്റ് ഫീൽ ദാറ്റ്. ഓക്കെ. ഇത് നിങ്ങൾ ഫീൽ ചെയ്യുക. ആദ്യമായിട്ട് കയറുന്ന ആളുകളുണ്ടെങ്കിൽ ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും ചുരുങ്ങിയത് പങ്കെടുക്കുക. 41 ദിവസം പങ്കെടുക്കാൻ കഴിയുന്നവർ 41 ദിവസം തുടർച്ചയായിട്ട് പങ്കെടുക്കുക. ഇനി എത്രയധികം കാലം ഇത് നിങ്ങൾ പങ്കെടുക്കുന്നോ അത്രയും നിങ്ങൾക്ക് പവർ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ മനസ്സിന്, മൈൻഡിനും, നിങ്ങളുടെ സോളിനും, നിങ്ങളുടെ ആത്മാവിനും ഒക്കെ പവർ കൂടിക്കൊണ്ടിരിക്കും. ഇതിൽ ജാതി, മതം, വർണ്ണം, ഇതൊന്നും ഒന്നും പ്രശ്നമല്ല.